ഹലോ റിവാൺ മുഫിദ യുവർ മൈൻഡ് ആൻഡ് ലൈഫ് ട്രാൻസ്ഫോർമേഷനെ കുറിച്ച്. അപ്പൊ നമ്മുടെ മാജിക്കൽ പ്രാക്ടീസിന്റെ ഡേ 7 ആണെന്ന്. നമ്മൾ ഡേ 1ഉം ഡേ 2ഉം ഡേ 3യും ഡേ 4ഉം ഡേ 5ഉം ഡേ 6ഉം ഒക്കെ നമ്മൾ കറക്റ്റ്ലി ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഡേ 7ലെ പ്രാക്ടീസ് ആണ്. ഈ ഓരോ ദിവസവും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഓരോ വേർഷനാണ്. ഓരോ വിഭാഗത്തിലും പെട്ട ഇതിന് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവുകയാണ്. കാരണം നമ്മൾ ഈ ബിസി ആയിട്ടുള്ള ഈ ഷെഡ്യൂൾ ബിസി ലൈഫിൽ നമ്മൾ ഇന്ന ഏരിയ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾക്ക് കിട്ടുന്നതിനും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവേണ്ട കുറെ കാര്യങ്ങളിലും നമ്മൾ ചിലപ്പോൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കാം. പക്ഷെ നമ്മൾ പോലും അറിയാത്ത നമ്മുടെ ലൈഫിന്റെ ഓരോ പാർട്ട് എടുത്തിട്ടാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ പല ആളുകളും ചോദിക്കും, ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ട് എന്താണ് കാര്യം? ഇത് പ്രാക്ടീസ് ചെയ്യുന്നതോടുകൂടി നമ്മളെ ലൈഫിൽ അബൻഡൻസ് വരാനാണ്. നമ്മളെ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അട്രാക്ട് ചെയ്യാനാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന ഹൈ വൈബ്രേഷൻ ഉള്ള ഈ വേർഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ താങ്ക് യു എന്ന് പറഞ്ഞ വേർഡിന് ഹൈ പവർഫുൾ ആണ്. അത് ആരാണോ നിരന്തരം ഉപയോഗിക്കുന്നത്, ആരാണോ ഉള്ളതിൽ ഗ്രേറ്റ്ഫുൾ ആവുന്നത്, അവർക്ക് വീണ്ടും വീണ്ടും ലൈഫിലെ അബൻഡൻസ് ഫീൽ ചെയ്യാനും അബൻഡൻസ് അവരിലേക്ക് അട്രാക്ട് ചെയ്യും എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങള് ഇന്നലൊക്കെ പറഞ്ഞ പോലെ തന്നെ ജോലി ഇല്ല എന്നുണ്ടെങ്കിൽ ജോലിയില്ല എന്റെ അവസ്ഥ മോശമാണെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനപ്പുറം ആ ജോലി ഇല്ലാതെ ഇരുന്നപ്പോ നമുക്ക് ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടാവും, ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടിയിട്ടുണ്ടാവും, അതുപോലെ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ സമയം. അപ്പൊ അത് ഉള്ള അവസ്ഥയില് ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാല് ആ അവസ്ഥ നമുക്ക് മാറ്റം വന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് മാറ്റം വരുന്നുള്ളതാ. അതല്ലാതെ നമ്മൾ ഇപ്പൊ ഈ കറന്റ്ലി ഒരു എന്തെങ്കിലും ഒരു അവസ്ഥ ഫേസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ അവസ്ഥയിൽ ഇങ്ങനെ കുറ്റം പറഞ്ഞു പഴി ചാരി ഇരുന്ന് കഴിഞ്ഞാല് ഒരിക്കലും നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ ഹയറായത് നമ്മളിലേക്ക് എത്തൂല. അതിനേക്കാൾ എത്രയോ താഴ്ന്ന പടിയിലായിരിക്കും പിന്നെയും ആ ജോലി കാരണം നമ്മൾ ബുദ്ധിമുട്ടുക ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളെ ലൈഫിൽ നേരിടുന്ന ഒരു ഇഷ്യൂ, ആ ഇഷ്യൂവിന് നിങ്ങൾ നിരന്തരം ഇങ്ങനെ ഇതിന്റെ കൊണ്ടതാണ്, ഇതുകൊണ്ടാണ്, ഈ കാരണം കൊണ്ടാണെന്ന് പറഞ്ഞാൽ അതിനിങ്ങനെ കുറ്റം പറയുന്നുണ്ട്, പരാതി പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ നില നിങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടേ ഇരിക്കും. ആ കാരണം നമുക്ക് ഒരിക്കലും നമ്മളെ ലൈഫിൽ നിന്ന് മാറൂല. കാരണം നമ്മൾ ചിന്തിച്ച് ചിന്തിച്ച് ഇത്തരം കാര്യങ്ങൾ വീണ്ടും വീണ്ടും നമ്മൾ അട്രാക്ട് ചെയ്യുക. അതിന് പകരം നമ്മൾ നമ്മളെ ചിന്തയിൽ മാറ്റം വരുത്തി അതൊരു ഗ്രാറ്റിറ്റ്യൂഡിന്റെ തലത്തിലും കൂടി ആയി കഴിഞ്ഞാല് ഒന്നുകൂടി ഹൈ വൈബ്രേഷൻ ഉള്ള വേർഡാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ ഈ ലോ വൈബ്രേഷൻ, ഈ കുറ്റം പറയുന്നവരും പരാതി പറയുന്നവരൊക്കെ ഈ ലോ വൈബ്രേഷൻ ഉള്ള ആളുകളാ. അവരിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാല് നമ്മളുടെ ലൈഫും അത്തരത്തില്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, ദരിദ്രരെന്നും ദരിദ്രരായി തുടരാൻ കാരണം അവരുടെ മനസ്സിൽ അവരെന്നും ദരിദ്രരാണ് എന്നുള്ള അവർ മുദ്ര കുത്തി വെച്ചിട്ടുണ്ട്. നമ്മളെ കൊണ്ടൊന്നും പറ്റൂല, അല്ലെങ്കിൽ നമ്മളെ സാഹചര്യം ഇതായി പോയില്ലേ എന്നുള്ള സംസാരം കൊണ്ട് അവരെപ്പോഴും അവരിലേക്ക് അത്തരത്തിലുള്ള സാഹചര്യം ഇങ്ങനെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ദരിദ്രരെന്നും ദരിദ്രരായിട്ടും സമ്പന്നരെന്നും സമ്പന്നരായിട്ടും നില തുടരുന്നത്. നമ്മൾ ചില സമയത്ത് വിചാരിക്കും, ഈ ക്യാഷ് ഉള്ളവരടുത്തേക്ക് വീണ്ടും വീണ്ടും ക്യാഷ് വരുന്നവരും പുതിയ വീട് വെക്കുന്നു, അതുപോലെ പുതിയ കാറ് വാങ്ങുന്നു, അവര് പിന്നെയും പിന്നെയും ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരിലേക്ക് വീണ്ടും വീണ്ടും പണം വരാൻ കാരണം എന്താന്ന് വെച്ചാല്, അവര് വീണ്ടും വീണ്ടും സമ്പന്നരാവാൻ പോവാൻ കാരണം എന്താ വെച്ചാല് അവരുടെ മനസ്സില് അവർ ഓൾറെഡി സമ്പന്നരാണ്, ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെ മനസ്സിൽ പതിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഉള്ളതിന് ഗ്രേറ്റ്ഫുൾ ആവുന്ന ആ മൊമെന്റിൽ കാരണം അവരിലേക്ക് വീണ്ടും അബണ്ടൻസ് ഉണ്ടാവും. ദരിദ്രർ എപ്പോഴും ഇങ്ങനെ ഞാൻ ദരിദ്രരാണ്, എന്റെ അവസ്ഥ മോശമാണെന്ന് പറഞ്ഞ് നമ്മളൊക്കെ ഗ്രാൻഡ് ക്രിയേറ്ററുടെ ഗ്രേറ്റസ്റ്റ് ക്രിയേഷൻ ആണ്. പക്ഷേ നമ്മൾക്കൊരു പ്രയാസം വരുമ്പോഴത്തേന് നമ്മൾ അവിടെ പഴി ചാരുന്നത് സൃഷ്ടാവിലായിരിക്കാം, നമ്മളിലായിരിക്കാം. നമ്മളിൽ പഴി ചാരുന്നത് പോലും നമ്മളെന്താ വാല്യൂ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, മനുഷ്യനാണ് നമ്മളൊക്കെ. അപ്പോ എന്നിട്ടും നമ്മൾ നമ്മളിൽ ഇങ്ങനെ പഴി ചാരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ അവസ്ഥ വീണ്ടും വീണ്ടും മോശമായിട്ടാണ് പോവുക. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, കൊറോണ വന്നപ്പോ ചില ആളുകൾ ഇങ്ങനെ കൊറോണനെ പഴിചാരി, അതായത് എന്റെ ജോലി പോയി, എന്റെ സാഹചര്യം മോശമായി പോയി, എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല, പുറത്തു പോയി ആളുകളായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ. പക്ഷെ ചില ആളുകൾ ഉള്ള അവസരത്തെ ഒന്നുകൂടി, അതായത് ഗ്രേറ്റ്ഫുൾ ആയതുകൊണ്ട് തന്നെ അവർക്ക് ആ സാഹചര്യത്തെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റി. അതായത് അവരുടെ പ്ലാറ്റ്ഫോം, ഇപ്പോ ബിസിനസ്സുകാരൊക്കെ എന്ത് ചെയ്തു, ഈ എന്താ ഇപ്പൊ ഞങ്ങളെ ഫീൽഡിൽ നിൽക്കുന്ന കോച്ചുമാരെ അതുപോലെ തന്നെ ട്രെയിനർമാരൊക്കെ നമ്മളെ ഓൺലൈനിലാക്കി എന്നുള്ളത്, ഓഫ്ലൈൻ പ്രോഗ്രാംസ് ഓൺലൈനിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഓൺലൈനിൽ അതുപോലെ റൺ ചെയ്തത് ഓഫ്ലൈനിൽ നടത്തുന്ന അതേ പ്രോഗ്രാം പോലെ ഓൺലൈനിലാക്കി. ഇപ്പോ നിങ്ങൾ ആലോചിച്ച് നോക്ക്, പല ആളുകളും പറയും ഈ എങ്ങനെയാണ് ഓൺലൈനിൽ ഇത്ര നേരം എടുക്കുക ക്ലാസ് അറ്റൻഡ് ചെയ്യാനും,
ഓൺലൈനിൽ അത്ര നേരം കോൺസെൻട്രേഷൻ കിട്ടുമെന്നൊക്കെ. കൊറോണ കാരണം സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ബ്ലെസ്സിങ്സ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ മൊത്തം സോഷ്യൽ മീഡിയ, അതായത് ഓൺലൈൻ വഴിയാക്കി നമ്മളെ പഠനം അങ്ങനെ ആക്കി. എന്ത് കാര്യം നമ്മൾ എന്ത് റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഓൺലൈനിലാക്കി എന്നുള്ളതാണ്. അതുവരെ നമുക്ക് ഓൺലൈൻ എന്ന് പറഞ്ഞാൽ അത്ര കോൺസെൻട്രേഷൻ കിട്ടൂല, അത്ര സമയം ഇരിക്കാൻ കഴിയൂല എന്നൊക്കെ ഉള്ള കാര്യമായിരുന്നു. പക്ഷെ കൊറോണ കാരണം ഇപ്പൊ എല്ലാം എല്ലാ പഠനവും അധിക പേരും പുറത്തു പോയി പഠിക്കുന്നതിന് പകരം ഓൺലൈനിൽ ഇരുന്നാണ് പഠിക്കുന്നത് ഇപ്പോ. അത് നമുക്ക് ഉണ്ടായിട്ടുള്ള ഒരു അനുഗ്രഹമാണ് അതുകൊണ്ട്. പക്ഷെ ആ കൊറോണ അവസ്ഥ ഇങ്ങനെ പഴിചാർന്ന് ഇരുന്നവർക്കും അതുപോലെ കൊറോണനെ ഭയപ്പെട്ടവർക്കും ഒക്കെ അവർക്ക് കൊറോണ വന്ന് ആ അസുഖം അവരിലേക്ക് വരിക ചെയ്യുക. കാരണം അവരിലെ അപ്പുറത്തെ വീട്ടിലുണ്ടായി, ഇവരും ഉണ്ടായി, അവർക്കും ഉണ്ടായി എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയം നമ്മുടെ ഉള്ളിലാണ് നിറക്കുന്നത്. അതുപോലെ അപ്പൊ അതിന് പകരം ഉള്ള അവസ്ഥ എന്ത് മോശം കറന്റ് സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നത് അത് ചിന്തിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അത് കറണ്ടിൽ ഇപ്പൊ നമ്മൾ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നേരിടുന്നുണ്ടാവും. അത് സ്റ്റോപ്പ് ചെയ്തിട്ട് അതിലുള്ള നന്മകളെ കണ്ടെത്തി ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങള് അതായത് നിങ്ങൾ കുറ്റം പറയുന്നതും പരാതി പറയുന്നതും നിർത്താനാണ് പറയുന്നത്. ജോലി ഇല്ല എന്നുണ്ടെങ്കിൽ ആ ജോലി ഇല്ലാത്ത കാരണം നമുക്ക് ഒരുപാട് സമയം കിട്ടുന്നുണ്ട്, ഫാമിലിയുമായി സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ അതുവഴി സംഭവിക്കുന്നുണ്ട്. അപ്പൊ അതുവഴി സംഭവിക്കുന്ന നല്ല കാര്യങ്ങൾ ഓർത്തെടുത്ത് അതിന് ഗ്രേറ്റ്ഫുൾ ആവുക എന്നുള്ളതാണ്. അല്ലാതെ ഉള്ള അവസ്ഥയിൽ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ വീണ്ടും വീണ്ടും ആ അവസ്ഥയെ നമ്മളിലേക്ക് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ആ അവസ്ഥ നമ്മളിൽ നിന്ന് പോവുകയില്ല. ഇപ്പൊ നമ്മൾക്ക് ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്, ഒരു കടബാധ്യത വന്നു എന്ന് വിചാരിക്കുക, ഞാൻ അതിനെ റീപ്ലേസ് ചെയ്ത് ഫിനാൻഷ്യൽ ബ്ലെസ്സിങ് എന്ന് പറയുന്നു എന്നുള്ളൂ. എന്താ, നമ്മളെ ലൈഫിൽ അങ്ങനെ ഒരു അവസ്ഥ വന്നു, പക്ഷെ നമ്മൾ ആ അവസ്ഥനെ എങ്ങനെ എനിക്കിങ്ങനെ അവസ്ഥ ആയി പോയി, എനിക്ക് ഇങ്ങനെ ആയി, എന്റെ ജീവിതം അങ്ങനെ ആയി എന്ന് പറഞ്ഞത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഇത്തരത്തിലുള്ള തോട്ട്സ് നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ അവസ്ഥ ഒരിക്കലും മാറാൻ പോകുന്നില്ല. കാരണം ഈ പരാതി, കുറ്റം പറച്ചില്, ഇതൊക്കെ എന്ത് ചെയ്യാം, വീണ്ടും വീണ്ടും നമ്മളിപ്പോ അതാണ് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, അതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അതാണ് നമ്മളെ ലൈഫില് നമ്മളെ മനസ്സിലേക്ക് കുത്തി നിറച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള അനുഭവങ്ങളും സാഹചര്യങ്ങളും ഇതന്നെയാണ് നമ്മൾ ഉള്ളിൽ കിടക്കുന്നത്. അതിന് പകരം അതിനെ റീപ്ലേസ് ചെയ്യേണ്ട എന്ത് കാര്യമാണ് നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ ആ കറന്റ് സിറ്റുവേഷനിൽ ഫേസ് ചെയ്യുന്ന ആ ഒരു പ്രയാസത്തിലുള്ള നന്മകൾ കണ്ടെത്തിയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഡേ 7 പ്രാക്ടീസ്. കൊറോണയുടെ കാര്യം പറയുമ്പോൾ ചില ആളുകൾക്ക് എന്താ തോന്നാറ്, കൊറോണ എന്ന് പറയുമ്പോൾ തന്നെ സങ്കടം ഫീൽ ചെയ്യുക. അത് കാരണമാണല്ലോ ഇപ്പോഴും അത് ഹോൾഡ് ഓൺ ചെയ്തു പോകുന്ന ആളുകളുണ്ട്. അത് വന്നതുകൊണ്ടാണ് അത് നമ്മളത് ഒരു കംഫർട്ട് സ്പെയിൻ, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു കുറവുകളെ എന്താ മറച്ചു വെക്കാനായിട്ട് നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഇപ്പോഴും പല ആളുകളും. കൊറോണ വന്നതുകൊണ്ടാണ് എന്റെ ബിസിനസ് വഴിതിരിഞ്ഞത്, എനിക്കിങ്ങനെ. പക്ഷെ കൊറോണ വന്നതുകൊണ്ട് ഒരുപാട് ആളുകൾ അന്ന് വരെ ചെയ്തിരുന്ന ബിസിനസ്സിൽ നിന്ന് മാറി ഇന്ന് അതിനേക്കാൾ പല ആളുകളും അങ്ങനെ പറയുന്നുണ്ട്. അതായത് ഇന്ന് അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു ബിസിനസ്സിലേക്ക് എത്തി, പുതിയ ഓപ്പർച്യൂണിറ്റി നമ്മൾ കണ്ടെത്തി, നമ്മളെ കംഫർട്ട് സോൺ നമ്മൾ ബ്രേക്ക് ചെയ്തു. എന്തിന് നമ്മൾ ഹെൽത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് വരെ കൊറോണക്ക് ശേഷമാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, കൊറോണന്റെ മുന്നേ കഴിച്ചിരുന്ന ഫുഡുകളൊന്നും നല്ല, അതായത് ന്യൂട്രീഷ്യസ് ഫുഡ് നന്നായിട്ട് കഴിക്കാൻ തുടങ്ങി, നന്നായിട്ട് വെള്ളം കുടിക്കാൻ തുടങ്ങി. ഒരുപാട് കാര്യങ്ങൾ കൊറോണക്ക് മുന്നേ ചെയ്തിരുന്നതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് ഇപ്പൊ നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഏതൊരു മോശാവസ്ഥയിലും നമ്മൾ നമ്മൾ അപ്പോഴും നമ്മൾ അനുഗ്രഹങ്ങൾ നേടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോഴും നമ്മൾ ശ്വസിക്കാൻ പറ്റുന്നില്ലേ, അങ്ങനെ ജസ്റ്റ് അത് മാത്രം ചിന്തിച്ചാൽ മതി. അങ്ങനെയുള്ള ഓരോ സിറ്റുവേഷൻസിലും ഇപ്പൊ കൊറോണന്റെ കാര്യം ഞാൻ പറഞ്ഞ പോലെ ഇപ്പോഴും വിഷമിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ കൊറോണ കാരണം ബ്ലെസ്സിങ്സ് എന്ന് പറയുന്ന, അതായത് അനുഗ്രഹങ്ങൾ വർദ്ധിച്ചു, അല്ലെങ്കിൽ ആ ഒരു കൊറോണ വന്നതുകൊണ്ട് എന്റെ ബിസിനസ് ഈ നിലയിലേക്ക് വർദ്ധിച്ചു, അല്ലെങ്കിൽ പുതിയ ഓപ്പർച്യൂണിറ്റീസ് തേടാൻ പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അത്തരത്തിലും കൊറോണയെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഓരോന്നിനും ഓരോരുത്തരുടെ മൈൻഡ് സെറ്റിനനുസരിച്ചായിരിക്കും അവരതിനെ സീക്ക് ചെയ്യാതെ ആ പ്രശ്നത്തിനെ നോക്കി കാണുന്നതും. അവരുടെ വിശാലതയുള്ള മനസ്സുള്ള ആളുകൾക്ക് എന്ത് ലൈഫിൽ വന്നു കഴിഞ്ഞാലും അവരതിനൊരു ആ ഫേസ് ചെയ്ത് അതിന് ആ ചലഞ്ചസിനെ ഫേസ് ചെയ്യാണ് ചെയ്യുക. പക്ഷേ ഈ ചുരുങ്ങിയ മനസ്സുള്ള ആളുകൾ എന്ത് ചെയ്യും, അവർ ആ പ്രശ്നത്തിൽ ഇങ്ങനെ നിന്ന് ഇതിന്റെ പ്രശ്നം ഇങ്ങനെയാണ്, ഇത് നാലാളോട് പറയും, എന്നിട്ട് അവിടെ സ്പ്രെഡ് ചെയ്യും. ഈ ഒരു ലോ വൈബ്രേഷൻ ഉള്ളത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത്, കാരണം നമുക്ക് നമ്മളിലേക്ക് സങ്കടവും പ്രയാസവും ബുദ്ധിമുട്ടും വരുത്തുന്ന വേർഡ്സുകളാണ് വീണ്ടും വീണ്ടും നമ്മൾ ഉപയോഗിച്ച് നമ്മളെ മനസ്സിലേക്ക് കയറ്റുന്നത്. അതിനവിടെ റീപ്ലേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കറന്റ് സിറ്റുവേഷൻസിലുള്ള ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി, കറന്റ് സിറ്റുവേഷനിൽ ഉള്ള അനുഗ്രഹങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഫോം ചെയ്യണം എന്നുള്ളതാണ്. നമ്മളെ ലൈഫിലൊക്കെ നമുക്ക് അബണ്ടൻസ് ഫീൽ ചെയ്യണം നമ്മളൊക്കെ ആഗ്രഹിക്കുന്നില്ലേ. അങ്ങനെ അങ്ങനെ നമ്മളെ ലൈഫിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്നത് വരണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പരാതി പറഞ്ഞിരുന്നാലും കുറ്റം പറഞ്ഞിരുന്നാലും ഒരിക്കലും നമ്മളെ ലൈഫിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്നത് വരൂല.
കറണ്ട് സിറ്റുവേഷനിൽ അതുപോലെ തന്നെ നമ്മളെ ഫാമിലിയിലൊക്കെ ഉണ്ടാവും മിണ്ടാതിരിക്കുന്ന ആളുകള്, അതുപോലെ റിലേഷൻഷിപ്പിൽ വിള്ളലുകൾ വന്നിട്ട് അത് അച്ഛൻ അമ്മ അതുപോലെ മക്കള് തമ്മിലൊക്കെ ആ, ഓരോ പ്രശ്നങ്ങൾ കാരണം മിണ്ടാതിരിക്കുന്ന ആളുകളുണ്ടാവും. അത് കറണ്ടില് നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ്. പക്ഷെ നമ്മൾ എന്റെ ഫാമിലി ഇങ്ങനെയാണ്, എന്റെ ഇവർ ഇങ്ങനെയാണെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാല് ആ റിലേഷൻഷിപ്പ് ഒന്നുകൂടി മോശമായിട്ടാണ് പോവുക. അതുകൊണ്ട് ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്, പലരും പറയുന്ന കാര്യമാണ്, ജനിച്ചു എന്നല്ലാതെ തിരിഞ്ഞു നോക്കാത്ത പാരന്റ്സിനെ കുറിച്ച് ഞാൻ എന്തിനു അവരെ ബോധേഡ് ആവണം, എന്തിനു ഞാൻ അവരെ കുറിച്ച് അവരെ എന്താ ട്രീറ്റ് ചെയ്യണം എന്നൊക്കെ. പക്ഷെ നമ്മൾ ആലോചിക്കുക, നമ്മൾ ഈ ഭൂമിയിൽ നമ്മൾ ജനിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരാണ് നമ്മൾ പാരന്റ്സ്. നമുക്ക് വളർച്ച വരണം എന്നുണ്ടെങ്കിൽ, നമുക്ക് ഗ്രോ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ റൂട്ടിൽ എന്നായാലും നമ്മൾ പുകയും ചെയ്തു കൊടുത്തും അവിടുത്തെ ആ റിലേഷൻഷിപ്പിൽ നമ്മളെ ഭാഗം നമ്മൾ ക്ലിയർ ആവണം എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഒരാൾ ഇങ്ങോട്ട് എങ്ങനെ പെരുമാറുന്നത് എന്നതല്ല, നമ്മൾ അങ്ങോട്ട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ് നമ്മളെ ഡിഫൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കറന്റ് സിറ്റുവേഷനിൽ ഇപ്പോ നമ്മളെ പാരന്റ്സുമായിട്ട് നമ്മൾ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ട്, ഇതിപ്പോ ചാറ്റ് ബോക്സിൽ കണ്ടതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ടോപ്പിക് എടുത്തത്. കാരണം ഫാമിലിയിലെ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിലും, ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ട് എന്നുണ്ടെങ്കിലും, നമ്മളെ ജനിപ്പിച്ച നമ്മളെ പാരന്റ്സിനാണെങ്കിലും, അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മളെ ഒരു എന്തെങ്കിലും ഒരു ഇഷ്യൂ കാരണമാണ് ഇപ്പൊ അവിടെ നമ്മൾ മിണ്ടാതിരിക്കുന്നതും അവിടെ ആ പ്രശ്നങ്ങൾക്ക് കാരണം എന്നുണ്ടെങ്കിലും, നമ്മളെ ഈ ഭൂമി ലോകത്ത് നമ്മൾ ഇപ്പൊ ഇവിടെ നിന്ന് ഞാൻ സംസാരിക്കുന്നതും നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കാനും കാരണം, ഇവിടെ ജീവിച്ചതും എല്ലാം നമ്മൾ ഇപ്പോ കറന്റ് സിറ്റുവേഷനിൽ നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും അത് നമ്മൾ ഈ ഭൂമി ലോകത്ത് നമ്മൾ ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ്. അതിന് കാരണക്കാരായ നമ്മളെ പാരന്റ്സിനോട് നമ്മൾ മുഴുവനായിട്ടും എന്ത് കാര്യമാണെങ്കിലും ആ പക ദേഷ്യം ഉള്ളിൽ വെച്ച് കഴിഞ്ഞാല് നമുക്കൊരിക്കലും നമ്മളെ ലൈഫിൽ ഗ്രോത്ത് ഉണ്ടാവില്ല. അതാണ് പല രീതിയിലും ബ്ലോക്കുകളായിട്ടും എന്താ പല ബിസിനസ്സിൽ ഗ്രോത്ത് കിട്ടാത്തത്, അങ്ങനെ ഓരോ ഇഷ്യൂസ് ആയി ഫേസ് ചെയ്യുന്നത്. ചിലത് റിലേഷൻഷിപ്പിലുള്ള വിള്ളലുകൾ കാരണമാണ്. അത് മനസ്സിൽ വെക്കും, അതാണ് പ്രശ്നം. നമ്മൾ ഫേസ് ചെയ്യുന്ന കാര്യം അത് മനസ്സിൽ വെക്കാതെ അവർക്കൊക്കെ പൊരുത്തപ്പെട്ട് കെടുക്കാനുള്ള ആ ഒരു മനസ്സാണ് നമ്മൾക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഫാദറിനോടായിക്കോട്ടെ, നമുക്ക് അങ്ങനെ ഒരു പക ഉള്ളിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇറക്കി വെച്ച് അവരോട് പൂർണ്ണമായി പൊരുത്തപ്പെട്ട് കൊടുത്തെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ മൊമെന്റിൽ ജീവിക്കാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ പാസ്റ്റിൽ അവർ തന്നിട്ടുള്ള ആ അനുഭവങ്ങളിൽ സ്റ്റെക്കായിട്ട് നിൽക്കുക ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത് അവിടുന്ന് ഹീൽ ചെയ്ത് പോവാത്തടത്തോളം, ആ മുറിവ് അവിടുന്ന് ഒഴിവാക്കാത്തടത്തോളം കാലം പുതിയ നല്ല കാര്യങ്ങൾ റിസീവ് ചെയ്യാൻ നമുക്ക് പറ്റൂല. ആ റിസീവിങ് ബ്ലോക്കുകൾ ഉണ്ടാവും. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വ്യക്തികളോട് എന്താപ്പോ നമ്മൾ ചെയ്യുന്ന സർവീസിന് പണം വാങ്ങാൻ കഴിയുന്നില്ല, അവരോട് ചോദിക്കാൻ മടി എന്നൊക്കെ നിങ്ങൾ കേട്ടില്ലേ? അത് റിസീവിങ് ബ്ലോക്കുകളാണ്. അതിനും കാരണങ്ങൾ നമ്മൾ എന്താ പാരന്റ്സുമായിട്ടുള്ള ബന്ധങ്ങളിലുള്ള വിള്ളലുകളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ഭാഗം നമ്മൾ ക്ലിയർ ആണ്, നമ്മൾക്ക് മാനിഫെസ്റ്റ് ചെയ്ത് നമ്മളെ ലൈഫൊക്കെ ആഗ്രഹിച്ച കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തൊക്കെ എടുക്കണം, അത് ഫ്രീ ആയിട്ട് നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ ജീവിക്കാൻ പറ്റണം എന്നുണ്ടെങ്കിൽ, നമ്മുടെ ഉള്ളിൽ ഇത്തരം കാര്യങ്ങളും മുറിവുകളും പാസ്റ്റിൽ ജീവിച്ച ഓരോരോ അനുഭവങ്ങളും സാഹചര്യങ്ങളൊക്കെ കെട്ടിപ്പടക്കുന്ന കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കി അതിൽ നിന്നൊക്കെ പൊരുത്തപ്പെട്ട് കൊടുത്ത് ലെറ്റ് ഗോ ചെയ്ത് നമ്മൾ അതിന്ന് ഫ്രീ ആയി ഈ മൊമെന്റിൽ ജീവിക്കാൻ പറ്റുമ്പോഴാണ്, ഈ മൊമെന്റിൽ ജീവിക്കാൻ പറ്റും. ഈ മൊമെന്റിൽ ജീവിക്കുമ്പോഴും ലിവ് ഇൻ ദ മൊമെന്റിൽ, അതായത് ഈ കറന്റ് സിറ്റുവേഷനിൽ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളെ പരാതി പറയുന്നതും കുറ്റം പറയുന്നതും നിർത്തി നമ്മൾ അതിലുള്ള നന്മ കണ്ടെത്തി ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളിപ്പോ എന്താണ് നമുക്ക് വേണ്ടത് അതിലേക്ക് ഫോക്കസ് ചെയ്യുക, ഇല്ലാത്തതിലേക്ക് ഫോക്കസ് ചെയ്യുന്നത് പകരം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇല്ല 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 എന്നൊരു മനുഷ്യൻ എത്രത്തോളം പറയുന്നു അവരിലേക്ക് ഇല്ലായ്മയാണ് ഉണ്ടാവുക. അതിൽ ഉള്ളതിൽ നമ്മള് നമുക്ക് ഉള്ളത് കണ്ടെത്താൻ ശ്രമിച്ചു കഴിഞ്ഞാല് നമുക്ക് വീണ്ടും വീണ്ടും അബണ്ടൻസ് ആണ് വരിക. അപ്പൊ ഡേ 7th പ്രാക്ടീസ് എന്ന് പറയുന്നത് നമ്മളെ എന്താ കറന്റ് സിറ്റുവേഷൻസിൽ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളിൽ ചിന്തിക്കുന്നത് സ്റ്റോപ്പ് ചെയ്തിട്ട് അതിലുള്ള നന്മകൾ കണ്ടെത്തി ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ഈ മൊമെന്റിൽ ജീവിക്കാൻ ശ്രമിക്കുക. പാസ്റ്റിലോ ഫ്യൂച്ചറിലോ നമ്മളെ കൊണ്ടുപോയിടാതെ ഈ മൊമെന്റിൽ നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുക, ഈ മൊമെന്റിൽ നമുക്ക് എന്താണോ ഉള്ളത് അതിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് ഡേ 7th പ്രാക്ടീസ്. അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, കൃത്യതയോട് കൂടി നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാവരും ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക,
അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവാൻ തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫാമിലിയിലും ഫ്രണ്ട്സ് റിലേറ്റീവ്സിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. കാരണം ഡേ 1 മുതൽ ഡേ 28 വരെ നമ്മൾ കണ്ടിന്യൂസ് ആയി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ കാരണം മറ്റൊരാൾക്ക് അതൊരു ഹെൽപ്പ് ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഇതൊക്കെ ആഗ്രഹിക്കുന്ന കുറെ ആളുകളുണ്ട്. പക്ഷെ അവരിലേക്ക് നമ്മൾ എത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഷെയറിങ് ആയിരിക്കും ചിലപ്പോൾ അവരെ ഇത്തരം കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. ഇത് അറിയുന്ന ആളുകളുണ്ട്, പക്ഷെ റിയൽ ലൈഫിൽ അത് കൊണ്ടുവരൂല, റിയൽ ലൈഫിൽ അത് പ്രാക്ടീസ് ചെയ്യൂല എന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, പക്ഷെ അത് പ്രാക്ടീസ് ചെയ്ത് നമ്മളെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്ത് നമുക്ക് റിസൾട്ട് ഉണ്ടാക്കണ്ടേ, നമുക്ക് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കണ്ടേ, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കണ്ടേ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രാക്ടീസ്, ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് 28 ഡേയ്സ് ഓരോ ഏരിയ എടുത്തുകൊണ്ട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ്, അതായത് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾക്കില്ലേ ഓഫീസിൽ ഇങ്ങനെ ഫയൽ കെട്ടിക്കിടക്കുകയാണ് വിചാരിച്ചു നോക്കി. അപ്പൊ പുതിയ ഫയലുകൾ വരണം, നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ പുതിയ വീണ്ടും 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 ഇങ്ങനെ ഫയലുകൾ നിറയാണ്, നമ്മൾ അതിൽ സൈൻ ചെയ്ത് കൊടുക്കാതെ പുതിയ ഒന്ന് റിസീവ് ചെയ്യാൻ നമുക്ക് പറ്റുമോ? അതേപോലെ തന്നെ ഉള്ളതിന് ഗ്രാറ്റിറ്റ്യൂഡിന്റെ സൈന് നമ്മൾ ഉള്ള അനുഗ്രഹങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡിന്റെ സൈന് നമ്മൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പുതിയത് റിസീവ് ചെയ്യാൻ അവിടെ സ്ഥലം ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾക്ക് കിട്ടിയ കാര്യത്തിനൊക്കെ ഗ്രാറ്റിറ്റ്യൂഡിന്റെ സൈൻ അങ്ങനെ എഴുതാണെങ്കിൽ എഴുതാ, ചാൻഡ് ചെയ്യുകയാണെങ്കിൽ ചാൻഡ് ചെയ്യുക. അപ്പൊ അത് സൈൻ ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് ഇങ്ങനെ നല്ല അവസരങ്ങളും നല്ല സാഹചര്യങ്ങളും നല്ല അനുഭവങ്ങളും നമ്മളിലേക്ക് ഇങ്ങനെ വീണ്ടും വീണ്ടും നന്ദി പറയാനായിട്ട് പുതിയ ഫയലുകളായിട്ട് നമ്മളെടുത്ത് ഇങ്ങനെ സമീപിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യതയോട് കൂടി പ്രാക്ടീസ് ചെയ്യുക, ലൈഫിൽ അബണ്ടൻസ് കൊണ്ടുവരിക. നിങ്ങൾ എല്ലാവരുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഫോക്കസ് കിട്ടാനും, ഇപ്പൊ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ നിന്നും അവിടെ ലെറ്റ് ഗോ ചെയ്ത് അതിൽ നിന്ന് ഫ്രീ ആയിട്ട്, അതിൽ വ്യക്തികളായിക്കോട്ടെ സാഹചര്യങ്ങളായിട്ടെ അനുഭവങ്ങളായിക്കോട്ടെ അവരോടൊക്കെ പൂർണ്ണമായി പൊരുത്തപ്പെട്ട് കൊടുക്കാൻ കഴിഞ്ഞ് നമ്മൾ അതിൽ നിന്ന് ഫ്രീ ആയി ലെറ്റ് ഗോ ചെയ്ത് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു സുന്ദരമായ വിശാലമായ ഒരു മനസ്സ് അത്യാവശ്യമാണ്. അതിന് നിങ്ങൾക്ക് എല്ലാവരും സാധിക്കട്ടെ. ആ ഒരു യഥാർത്ഥ നിങ്ങളുടെ മനസ്സ്, യഥാർത്ഥ നിങ്ങളുടെ സെൽഫിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടാനുള്ള എല്ലാ ബ്ലെസ്സിങ്സും നേർന്നുകൊണ്ട് എല്ലാവരും കൃത്യത കൂടി പ്രാക്ടീസ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഓക്കെ.